കരുവന്നൂർ കള്ളപ്പണ കേസിൽ നടപടി കടുപ്പിച്ച് ഇഡി നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന് ഇഡി വീണ്ടും സമൻസ് നൽകി. ഈ മാസം 26 വരെ ഹാജരാകാൻ കഴിയില്ലെന്ന വർഗീസിന്റെ മറുപടി തള്ളിയാണ് നാളെ ഹാജരാകാൻ സമൻസ് നൽകിയത്. ഇന്ന് ചോദ്യം ചെയ്യലിനെത്താൻ സമൻസ് ലഭിച്ചെങ്കിലും ഹാജരായിരുന്നില്ല. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വീണ്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ചാണോ, അല്ലെങ്കിൽ അതൊരു കാരണമായി പറഞ്ഞുകൊണ്ടാണോ എം വർഗീസ് ഇന്ന് ചോദ്യം ചെയ്യലിനെത്തി എത്താൻ തയ്യാറാവാഞ്ഞത്? എന്തായാലും വീണ്ടും സമൻസ് ലഭിച്ചിരിക്കുന്ന സാഹചര്യം എം വർഗീസിന് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തന്നെയാണ് ആവശ്യം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്ക് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഇന്ന് 5ാം തവണ എം വർഗീസ് ഹാജരാകാതിരുന്നത്. 26 വരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളുണ്ട്. തനിക്ക് 26-ാം തീയതിക്ക് ശേഷം മാത്രമാണ് ഹാജരാകാൻ കഴിയുക എന്നാണ് ഇന്നലെ എം വർഗീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിരുന്നത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. എം വർഗീസിന്റെ ആവശ്യം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ നാളെ തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സമൻസ് നൽകിയിരിക്കുന്നത്. കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് വീണ്ടും നാളെ തന്നെ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എം വർഗീസിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് കരുവന്നൂർ കള്ളപ്പണ കേസിന്റെ 2ാം ഘട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്ന 5 അക്കൗണ്ടുകളെ കുറിച്ച് എം വർഗീസിന് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല 81 അക്കൗണ്ടുകൾ CPM-ന് തൃശൂർ ജില്ലയിൽ തന്നെയുണ്ട്. ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി കൂടിയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് ഒഴിഞ്ഞു മാറുന്നത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമെന്നതുകൊണ്ടാണ് നാളെ വീണ്ടും ഹാജരാകാൻ സമൻസ് നൽകിയിട്ടുള്ളത്.